നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ 8:30 ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി. കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ എറണാകുളം ജില്ലയിലെ നേര്യമംഗലം ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷനിൽ നിന്നാണ് 5 സെന്റിമീറ്റർ. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില കോഴിക്കോട് സിറ്റിയിൽ നിന്നാണ് 33.8 ഡിഗ്രി സെന്റിഗ്രേഡ്. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് 24 ഡിഗ്രി സെന്റിഗ്രേഡ്. കേരളത്തിൽ ജൂൺ 1 മുതൽ ഇന്ന് വരെ ലഭിച്ച ആകെ മൺസൂൺ മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ 47% കുറവാണ്. ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കുറവ് മഴയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ആന്ധ്രാപ്രദേശിനും അതുമായി ചേർന്നിട്ടുള്ള തെലങ്കാനയിലുമായി സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി ഇന്ന് കാണപ്പെടുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വരുന്ന 7 ദിവസങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ജൂൺ 19, 20 എന്നീ തീയതികളിലും ലക്ഷദ്വീപിൽ 22, 23 എന്നീ തീയതികളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജൂൺ 21 മുതൽ കേരള ഭാഗത്ത് പടിഞ്ഞാറൻ കാറ്റിൻ്റെ വേഗത കൂടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഫലമായി ജൂൺ 21, 22 എന്നീ തീയതികളിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം ജൂൺ 23 കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ അതിതീവ്രമോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. അത്യന്തം കനത്തതും അതിതീവ്രവുമായ മഴ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ജൂൺ 21 മുതൽ 23 വരെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരുന്ന 3 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് ജൂൺ 20 മുതൽ 23 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇതോടൊപ്പം വരുന്ന 5 ദിവസങ്ങളിലും മാന്നാർ കടലിടുക്ക് ഭാഗത്തും തെക്കൻ തമിഴ്നാട് തീരത്തും പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്.